കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് ബെസ്ഫാഗെ യാക്കോബായ പള്ളിയിൽ ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ശ്രമം. ഇന്നലെ രാത്രി മുതൽ പള്ളിക്ക് മുന്നിൽ വലിയ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചത്. പള്ളി വിട്ടു നൽകില്ല എന്ന നിലപാടിലാണ് യാക്കോബായ വിശ്വാസികൾ. തഹസീൽദാർ വിശ്വാസികളുമായി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം യാക്കോബായ സഭാ വിശ്വാസികൾ പള്ളി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിനെതിരെ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. എബിൻ ജോസ് തത്സമയ വിവരങ്ങൾ നൽകും. എബിൻ, ഹൈക്കോടതി ഈ പള്ളിയുടെ വിഷയത്തിലാണ് നേരത്തെ ഇടപെടുകയും എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാതിരിക്കുന്നത്? യാക്കോബായ വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാണോ സർക്കാരിന്റെ നീക്കമെന്നൊക്കെയുള്ള രൂക്ഷമായ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അനുരഞ്ജനത്തിന്, സമവായത്തിന് ചർച്ചകൾ നടക്കുന്നുണ്ടോ? സമവായത്തിനുള്ള ശ്രമങ്ങൾ തഹസീൽദാരുടെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇത് കോടതി വിധിയാണ്. വിധി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തഹസീൽദാരും അതുപോലെ തന്നെ പോലീസും ഇവിടെ എത്തിയത് എന്നുള്ളത് വിശ്വാസികളെ ധരിപ്പിച്ചു. പക്ഷേ വിശ്വാസികൾ പറയുന്നത് അവർ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന പള്ളിയാണ്, പള്ളിയിൽ നിന്ന് പള്ളി വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. നീതി നിഷേധമാണ് വിശ്വാസികളോട് നടത്തുന്നത് എന്നുള്ളതാണ് വിശ്വാസികളുടെ പക്ഷമായി പറയുന്നത്. പക്ഷേ പോലീസും തഹസീൽദാരും നേരത്തെ സുപ്രീം കോടതി വിധിയും അതിന് പിന്നാലെ ഇപ്പോൾ തൊട്ടടുത്തുണ്ടായ ഹൈക്കോടതി ഉത്തരവും വിശ്വാസികളെ ധരിപ്പിച്ചിരിക്കുന്നു. അതായത് ഇത്തരത്തിൽ പള്ളി വിട്ടുകൊടുക്കാതിരിക്കുന്നത്, പള്ളിയിൽ നിന്ന് പിന്മാറാതെ നിൽക്കുന്നത് കോടതി അലക്ഷ്യമാണ്. കോടതി വിധി നടപ്പാക്കേണ്ടതുണ്ട്, നടപ്പാക്കി കോടതിയെ തന്നെ അറിയിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം പോലീസും അതുപോലെ തന്നെ തഹസീൽദാരും വിശ്വാസികളെ അറിയിച്ചിട്ടുണ്ട്. ഗേറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് ഇന്നലെ രാത്രി മുതൽ വിശ്വാസികൾ, യാക്കോബായ വിശ്വാസികൾ നടത്തി വരുന്നത്. പക്ഷേ ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിലേക്ക് എത്തിയിട്ടില്ല. കാരണം നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പോലീസും സർക്കാരും ഈ തരത്തിൽ കോടതി വിധി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഓർത്തഡോക്സ് വിഭാഗം അവിടെ സംഘർഷമുണ്ടാകുന്ന സാഹചര്യത്തിൽ അങ്ങോട്ട് പോവരുത് എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ഈ വിധി നടപ്പാക്കി നിങ്ങളെ പള്ളി ഏൽപ്പിക്കും, ആ രീതിയിലായിരിക്കും, അതിനുശേഷമായിരിക്കണം നിങ്ങൾ പള്ളിയിലേക്ക് പോകേണ്ടെന്ന നിർദ്ദേശം ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എത്തിയിട്ടില്ല. പക്ഷേ യാക്കോബായ വിശ്വാസികൾ ഇന്നലെ രാത്രി മുതൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. അടുത്ത തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ സർക്കാരിനൊരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചേ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ തവണ കോടതി കേസെടുത്തപ്പോൾ വലിയ രൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു വിധി നടപ്പാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള തരത്തിൽ കരുതേണ്ടി വരുമെന്നുള്ള വിമർശനവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ തരത്തിലാണ് ഈ കേസ് നിലനിൽക്കുന്ന 6ഓളം പള്ളികളിലാണ് അടിയന്തരമായി കോടതി വിധി നടപ്പാക്കാൻ ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിൽ പുളിന്താനം പള്ളിയിൽ കോടതി വിധി നടപ്പാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ വിശ്വാസികൾ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ശക്തമായ പ്രതിഷേധവും ആണ് ഉയർത്തുന്നത്. പ്രതിരോധം തീർത്തുകൊണ്ട് ഗേറ്റിന് മുന്നിൽ കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും അടക്കം നിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. യാക്കോബായ സഭയുടെ പ്രധാനപ്പെട്ട വൈദികരും അതുപോലെ തന്നെ സഭയുടെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ ഈ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ പ്രതികരണം പള്ളിയിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അനുരഞ്ജന ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. നേരത്തെ ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിരുന്നു. കുട്ടികളും സ്ത്രീകളും ഉള്ളത് കൊണ്ട് തന്നെ യാതൊരു തരത്തിലും ബലം പ്രയോഗിച്ച് പള്ളിയിൽ കയറരുത്, അവരോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കോടതി വിധി നടപ്പാക്കേണ്ട ഉദ്ദേശമെല്ലാം മനസ്സിലാക്കി വേണം പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത്, അല്ലാതെ ബലപ്രയോഗത്തിലൂടെ വേണ്ട എന്നുള്ളത് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ബലപ്രയോഗം ഇന്നും ഉണ്ടാവില്ല. പക്ഷേ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് ബെസ്ഫാഗെ യാക്കോബായ പള്ളിയുടെ പരിസരത്ത് നിന്നാണ്. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ അവിടെ സർക്കാർ ഉദ്യോഗസ്ഥരെത്തി. അവരെ പക്ഷേ ആ ഉത്തരവ് നടപ്പാക്കാൻ അനുവദിച്ചിട്ടില്ല. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാക്കോബായ സഭാ വിശ്വാസികൾ പള്ളിക്ക് മുന്നിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. തഹസീൽദാർ വിശ്വാസികളുമായി സംസാരിക്കുന്നുണ്ട്. അനുരഞ്ജനത്തിലൂടെ പള്ളി ഏറ്റെടുക്കാൻ കഴിയുമോ എന്നാണ് അവിടെ ജില്ലാ ഭരണകൂടമൊക്കെ ഇപ്പോൾ പരിശോധിക്കുന്നത്. എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.